ജോജു ജോർജിന് ഈ ഒരു അവസരത്തില് ഇതുപോലെയുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം അദ്ദേഹം സൂര്യയോടൊപ്പം റെട്രോ എന്ന തമിഴ് സിനിമയിലും അതുപോലെ തന്നെ ഉലക നായകൻ കമലഹാസനൊപ്പം തഗ് ലൈഫ് എന്ന് പറയുന്ന തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ച് തകർത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് സമയം എന്നൊക്കെ പറയാവുന്ന ഈ ഒരു ടൈമിൽ എന്തിനാണ് ജോജു ജോർജ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ എടുത്ത് തലയിൽ വയ്ക്കുന്നതെന്നും കൂടെ നിൽക്കുന്നവരെ ഇങ്ങനെ വെറുപ്പിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല. കൂട്ട വിമർശകർ ജോജുവിനെ കുറിച്ച് ആരോപിക്കുന്നത് പ്രൊഡ്യൂസറായും സംവിധായകനായും അതുപോലെ തന്നെ ഒരു പാൻ ഇന്ത്യൻ ഫേസ് ലഭിച്ച ശേഷം തനിക്ക് ഒറ്റയ്ക്കാണെങ്കിലും മലയാള സിനിമയിൽ പലതും ചെയ്യാൻ കഴിയും, കൂടെ നിൽക്കുന്നവരൊന്നും പ്രശ്നമല്ലാത്ത രീതിയിലാണ് ജോജുവിന്റെ മുന്നോട്ട് പോക്ക് എന്നതാണ്. ഇത്രയുമൊക്കെ സംഭവ വികാസങ്ങൾക്കൊടുവിൽ ജോജു ജോർജ് തന്നെ അല്പസമയം മുൻപ് ഒരു പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി വെറുതെ എന്തെങ്കിലും ഒരു കടലാസ് കാണിച്ചിട്ട് കാര്യമില്ല എന്നും കൃത്യമായിട്ടുള്ള എഗ്രിമെന്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്നാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. താൻ പൊറിഞ്ചുമറിയം ജോസും അതുപോലെ തന്നെ ജോസഫും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ചുരുളി ചെയ്യുന്നത്. ചുരുളിയിൽ ഒരു ഗസ്റ്റ് റോൾ ആണെങ്കിൽ പോലും 5 ലക്ഷം എന്ന എമൗണ്ട് തന്റെ മാർക്കറ്റിന് ഉതകുന്നതാണോ എന്ന് ഈ കേൾക്കുന്ന നിങ്ങളും ലിജോ ജോസും ഒക്കെ പരിശോധിക്കേണ്ടത്